ഹാവ്ലോക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു സ്കൂട്ടർ എൻ്റെ അടുത്ത് ഞങ്ങളൊന്ന് കറങ്ങി. അങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്പോട്ട് കാണുമ്പോഴും അവിടെയൊക്കെ നിർത്തി കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് സമാധാനമായി പോവാലോ. ഇവിടുത്തെ കടലിൻ്റെ കളറ് ഒരു രക്ഷയില്ല. ആക്ച്വലി ആ ഒരു കളർ നേരിട്ട് കാണുമ്പോൾ കണ്ണിന് എന്തൊരു കുളിർമയെന്നറിയോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സംശയം, ഇത് കേരളം പോലെ തന്നെയാണല്ലോ. ഏറെക്കുറെ കേരളം പോലെ തന്നെയാണ്. ഒരു സൈഡ് കടലും മറ്റൊരു സൈഡ് കാടും. ഇതാണ് ആകെയുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഞങ്ങളുള്ളത് രാധാനഗർ ബീച്ചിലാണ്. ഇത് ആക്ച്വലി വേൾഡിലെ 7th ബെസ്റ്റ് ബീച്ചായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഈ ബീച്ച് ഭയങ്കര നീറ്റായിരുന്നു. വൈറ്റ് പൂഴിയും കടലിൻ്റെ കളറും ഒക്കെ കൂടി. ആൻഡമാനിലെ മെയിനായിട്ടുള്ള ഭാഷ ബംഗാളി, തെലുഗു, തമിഴ് ഒക്കെയാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം, സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി ബീച്ചിലേക്ക് വരുമ്പോൾ 4-4:30 ആകുമ്പോഴേക്കും സ്പോട്ടിലെത്തണം. കാരണം 5 മണിക്ക് ശേഷം ഇവിടെ ഫുൾ ഇരുട്ടാണ്. ഇവിടുത്തെ മെയിൻ ഫുഡ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും, സീ ഫുഡ് തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ലോബ്സ്റ്റർ ട്രൈ ചെയ്തു. ആക്ച്വലി ഇതിൻ്റെ ചാർജ് വരുന്നത് നിങ്ങൾ ഏത് സൈസിലുള്ള ലോബ്സ്റ്റർ ആണോ സെലക്ട് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടാണ്. 1000 മുതലാണ് ഇവിടുന്ന് ലോബ്സ്റ്ററിൻ്റെ ചാർജ് വരുന്നത്. ബീച്ച്, സൺസെറ്റ്, സീ ഫുഡ്സ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. അങ്ങനെ ഇതാ ലാസ്റ്റ് സ്പോട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് സ്ഥലം കണ്ടപ്പോൾ ഏതെങ്കിലും ഫിലിം ഓർമ്മ വന്നു. കാലാപാനി സെല്ലുലാർ ജയിലിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് അവിടുത്തെ പണ്ടത്തെ കഥകളും തടവുകാരനുഭവിച്ച യാതനകളും വേദനകളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ആക്ച്വലി ആൻഡമാനിൽ ഇത് നമ്മുടെ 4 ദിവസത്തെ ട്രിപ്പായിരുന്നു. ഇവിടത്തേക്കുള്ള ട്രാവലിങ്ങും റൂം സ്റ്റേയും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തത് എയർവേ ഹൊറിസോൺ ആണ്. ട്രിപ്പ് കഴിഞ്ഞ് എത്തിയ മുതൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എത്രയാകും ബഡ്ജറ്റ് ആൻഡമാനിലേക്ക് പോകാനെന്നാണ്. ഞങ്ങൾ 2 പേർക്ക് ഓൾമോസ്റ്റ് ഒരു 70,000 ആണ് ആൻഡമാനിലേക്ക് പോകാൻ വേണ്ടി ചിലവായിട്ടുള്ളത്. അത് ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റാണ്. ഒരു ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള റൂമിന് ഇവിടെ സ്റ്റാർട്ടിങ് 3000 ആണ്. ഞങ്ങൾ താമസിച്ച റൂമിന് അറൗണ്ട് ഒരു 7000 രൂപയാണ് ആയത്. ഫുഡ് ആക്ച്വലി ഇവിടെ നല്ല എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സീ ഫുഡ് മീലൊക്കെ കഴിക്കാൻ ഓൾമോസ്റ്റ് ഒരു 400 to 500 ആണ് വരുന്നത്. അങ്ങനെ ലാസ്റ്റ് സ്പോട്ടും കഴിഞ്ഞു ആൻഡമാനിലെ കുറേ ഓർമ്മകളുമായിട്ട് ഞങ്ങളിതാ പോർട്ട് എയറിലേക്ക് എത്തി. ഉച്ചയ്ക്ക് 2:30 ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 8:30 ആയപ്പോഴേക്കും വീട്ടിലെത്തി. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.